to Learnino. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ MCQ സെക്ഷൻ ആണ്. അപ്പോൾ ഓൾറെഡി 2 സെക്ഷൻ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം വളരെ കുറേ ക്വസ്റ്റ്യൻസ് അല്ലേ, കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള സെക്ഷൻസിൽ നമുക്ക് എന്താണ് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം, എങ്ങനെയാണ് എവിടെ നിന്നൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Question number 1. If the maximum power Pmax is equal to 15 megawatt, find the electrical power output for a torque angle of 60 degree എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ 43.3 മെഗാവാട്ട്, ഓപ്ഷൻ ബി 25 മെഗാവാട്ട്, ഓപ്ഷൻ സി 32.5 മെഗാവാട്ട്, ഓപ്ഷൻ ഡി 86.6 മെഗാവാട്ട് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സാധനങ്ങൾ എന്താണ്? മാക്സിമം പവർ ഉണ്ട് അല്ലേ, Pmax തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എന്ത് തന്നിട്ടുണ്ട്? ടോർക്ക് ആംഗിളും തന്നിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കൽ പവർ പി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇലക്ട്രിക്കൽ പവർ പി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? Pmax ഇൻറ്റു സൈൻ ഡെൽ ആണ്. ആ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ Pmax എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 ആണ് Pmax തന്നിട്ടുള്ളത്. അപ്പോൾ 15 ഇൻറ്റു എന്താണ്? സൈൻ 60 ഡിഗ്രി. 15 ഇൻറ്റു സൈൻ 60 ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ആൻസർ. അപ്പോൾ എന്താ വരുന്നത്? സൈൻ 16 എന്ന് പറയുമ്പോൾ എന്താണ്? റൂട്ട് 3/2 ആണ് അല്ലേ. സൈൻ 16 എന്ന് പറയുന്നത് ഏതാണ്? റൂട്ട് 3/2 ആണ്. അതായത് നിയർലി എത്ര വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് എന്ത് വരുന്നുണ്ട്? 0.866 വരും. 866 ഈ ഒരു ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? 15 ഇൻറ്റു 0.88 എന്ന് വരും. അപ്പോൾ എന്താണ് ആൻസർ വരുന്നത്? ഏകദേശം 43 പോയിന്റ് സംതിങ് വരും. എത്രയാണ് വരുന്നത്? 43.3 മെഗാവാട്ടിനാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ. ഇതായിരിക്കും നമ്മുടെ എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഈ ഒരു ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് 15 ഇൻറ്റു 0.866 ചെയ്താൽ നമുക്ക് ഏകദേശം ആൻസർ എന്തായിട്ട് വരും? 43.3 മെഗാവാട്ടിന് വരും. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. Next question. In which bus real and reactive command of power are specified? താഴെ തന്നിട്ടുള്ളതിൽ ഏത് ബസ്സിലാണ് നമ്മുടെ റിയൽ ആൻഡ് റിയാക്റ്റീവ് കമാൻഡ് ഓഫ് പവർ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ ഇൻഫൈനൈറ്റ് ബസ്, ഓപ്ഷൻ ബി ലോഡ് ബസ്, ഓപ്ഷൻ സി ജനറേറ്റർ ബസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അപ്പോൾ ഏത് ബസ്സിലാണ് നമ്മൾ ഈ റിയൽ ആൻഡ് റിയാക്റ്റീവ് കോമ്പോണൻസ് ഓഫ് പവർ സ്പെസിഫൈ ചെയ്യുക? സാധാരണ ലോഡ് ബസ്സിലായിരിക്കും അല്ലേ. എന്തിലാണ് നമ്മൾ ചെയ്യുന്നത്? ലോഡ് ബസ്സിലാണ് സാധാരണ ഈ റിയൽ ആൻഡ് റിയാക്റ്റീവ് പവർ സ്പെസിഫൈ ചെയ്യുന്നത്. എന്നാൽ ജനറേറ്റർ ബസ്സിൽ എന്താണ്? PNV ആണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 3. In dash method, the convergence is not affected by the choice of slack bus. ഏത് മെത്തേഡിലാണ് convergence is not affected by the choice of slack bus എന്ന് പറയുന്നത്? ഏത് മെത്തേഡിലാണ്? ഓപ്ഷൻ എ ഗൗസ് സീഡൽ മെത്തേഡ്, ഓപ്ഷൻ ബി ഫാസ്റ്റ് ഡീകപ്പിൾഡ് മെത്തേഡ്, ഓപ്ഷൻ സി ന്യൂട്ടൺ റാപ്ഷൻ മെത്തേഡ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. ഏത് മെത്തേഡിലാണ് അത് വരുന്നത്? അതായത് കൺവേർജൻസ് ഈസ്, നോക്കിക്കോ എന്താണ് പറഞ്ഞിട്ടുള്ളത്? കൺവേർജൻസ് ഈസ് നോട്ട് affected by the choice of slack bus എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് സ്ലാക്ക് ബസ്സിന് എന്താണ് കൺവേർജൻസ് എഫക്റ്റ് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂട്ടൺ റാപ്ഷൻ മെത്തേഡാണ്. എന്നാൽ അത് എഫക്റ്റ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഗൗസ് സീഡൽ മെത്തേഡാണ് കേട്ടോ. എഫക്റ്റ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗൗസ് സീഡൽ മെത്തേഡ് ആയിരിക്കും. അപ്പോൾ അവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, അതായത് ന്യൂട്ടൺ റാപ്ഷൻ മെത്തേഡ്. ക്വസ്റ്റ്യൻ നമ്പർ 4. 39 ബൈനറി ആണ് കേട്ടോ. അല്ല, കൺവേർട്ട് ചെയ്യാൻ ഡെസിമലിനെ, അതായത് 39 ഡെസിമൽ ഇൻ ബൈനറി സിസ്റ്റത്തിലേക്ക് എന്നാണ് ബൈനറി സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഡെസിമലിനെ ബൈനറി സിസ്റ്റം കൺവേർഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ 110-111, ഓപ്ഷൻ ബി 111-001, ഓപ്ഷൻ സി 100-110, ഓപ്ഷൻ ഡി 100-111. എങ്ങനെ നമുക്കിത് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഏതാണ്? 39 അല്ലേ. 39 നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഇതിനെ നമുക്ക് ഒക്ട
ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം? ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്താക്കി മാറ്റാം? ഒക്ടലിലേക്ക് ആക്കി മാറ്റുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒക്ടൽ കൺവേർഷൻ നടക്കുമ്പോൾ എന്താണ്? 39 നമ്മൾ 39 എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 39 ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? 8 എത്രയാണ്? എത്ര വരും? 4 വരും. ഇവിടെ എന്താണ്? 7 ബാലൻസ് വരും അല്ലേ? 32 ആണ്. അപ്പോൾ എന്താണ് ഇവിടെ കൺവേർട്ട് ചെയ്യുമ്പോൾ? ഈ 39 നമ്മൾ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 47 ആണ് കിട്ടിയത് അല്ലേ? 47 കിട്ടിയോ നമുക്ക് ഒക്ടൽ കൺവേർഷൻ? എന്നാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിനെ ബൈനറി സിസ്റ്റത്തിലേക്ക് മാറ്റിക്കൂടെ? അപ്പോൾ 4ന് ബൈനറിയിൽ എങ്ങനെയാണ് നമ്മൾ എഴുതുക? 4ന് എഴുതുമ്പോൾ 100 അല്ലേ? 4ന് എഴുതുമ്പോൾ. എന്നാൽ 7ന് നമ്മൾ എങ്ങനെ എഴുതും? 111. ഇതെന്താണ്? നമ്മുടെ ബൈനറി കൺവേർഷൻ ആണ്. ഇതാണ് നമ്മുടെ എന്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ? ഏതാണ് വന്നിട്ടുള്ളത്? 100111. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. Question number 5. Which of the following circuit can be used as parallel to serial converter? ഏതാണ് താഴെ തന്നിട്ടുള്ളതിൽ ഏത് സർക്യൂട്ടാണ് നമ്മൾ എന്തായി കൺവേർട്ട് ചെയ്യാറായി യൂസ് ചെയ്തത്? പാരലൽ ടു സീരിയൽ കൺവേർട്ടറായി യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ മൾട്ടിപ്ലക്സർ, ഓപ്ഷൻ ബി ഡി മൾട്ടിപ്ലക്സർ, ഓപ്ഷൻ സി ഡീകോഡർ, ഓപ്ഷൻ ഡി ഡിജിറ്റൽ കൗണ്ടർ. അപ്പോൾ ഏത് സർക്യൂട്ടാണ് നമ്മൾ എന്തായി യൂസ് ചെയ്യുന്നത്? പാരലൽ ടു സീരിയൽ കൺവേർട്ടറായിട്ട് യൂസ് ചെയ്യുന്നത് ഏത് സർക്യൂട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പാരലൽ ഇൻപുട്ടും സീരിയൽ ഔട്ട്പുട്ടുമായി കിട്ടുന്നത് എവിടെയാണ്? നമുക്ക് ഏതിലാണ് നമ്മൾ ചെയ്യേണ്ടത്? അത് നമ്മുടെ മൾട്ടിപ്ലക്സറിലാണ് അല്ലേ? മൾട്ടിപ്ലക്സർ പറഞ്ഞാൽ എന്താണ്? മെനി ടു വൺ ആ ഒരു കൺവേർഷനിലാണ് നടക്കുന്നത് അല്ലേ? അപ്പോൾ സർക്യൂട്ട് യൂസ്ഡ് ടു പാരലൽ ടു സീരീസ് കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ തന്നെ അത് ഏതാണ്? നമ്മുടെ മൾട്ടിപ്ലക്സറാണ്. നമുക്ക് അറിയാവുന്നതാണ് മൾട്ടിപ്ലക്സറിൽ എങ്ങനെയായിരിക്കും? മൾട്ടിപ്ലക്സറിൻ്റെ കേസിൽ നിറയെ ഇൻപുട്ട് ഉണ്ടാവും അല്ലേ? നിറയെ ഇൻപുട്ട്, അതായത് മെനി ടു വൺ ഔട്ട്പുട്ട്. ആ ഒരു കേസാണ് നമ്മുടെ എന്തിൽ വരുന്നത്? മൾട്ടിപ്ലക്സറിൽ വരുന്നത്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? മൾട്ടിപ്ലക്സർ. ഏതാണ്? മൾട്ടിപ്ലക്സറാണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. Question number 6. How many outputs are there in output of a 10-bit D2A converter? D2A converter ആണ് കേട്ടോ. D2A converter എത്ര ഔട്ട്പുട്ട് ആണ് അല്ലേ? How many outputs are there in the output of 10-bit D2A converter എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 100, ഓപ്ഷൻ ബി 1023, ഓപ്ഷൻ സി 1024, ഓപ്ഷൻ ഡി 1224. അപ്പോൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? 10-bit D2A converter എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? 2n ആണ്. അതായത് 210 വരും അല്ലേ? 210 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1024 ആണ്. എത്രയാണ്? 1024 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. മനസ്സിലായോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഇതൊക്കെ? ഹൗ മെനി ഔട്ട്പുട്ട്സ് ആർ ദർ ഇൻ ദ ഔട്ട്പുട്ട് ഓഫ് എ 10-bit D2A കൺവെർട്ടർ ചോദിച്ചാൽ എന്താണ്? 2n ആണ്. സോ 210 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? സിമ്പിളായിട്ട് ഇതിൻ്റെ ആൻസർ കിട്ടും. 1024 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ. Question number 7. If the voltage across each disc insulator in a string is equal to calculate the string efficiency. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? If a voltage across each disc insulator, നമ്മളറിയാം നമ്മൾ പവർ സിസ്റ്റം ഒക്കെ പഠിക്കുമ്പോൾ ഇൻസുലേറ്റേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസുലേറ്റേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഡിസ്ക് ഇൻസുലേറ്റർ ഇൻ എ സ്ട്രിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഡിസ്ക് ഇൻസുലേറ്റർ ഇൻ എ സ്ട്രിങ് ഈസ് ഈക്വൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്ട്രിങ് ഈസ് ഈക്വൽ. ദെൻ കാൽക്കുലേറ്റ് ദ സ്ട്രിങ് എഫിഷ്യൻസി എന്നാണ് കണ്ടുപിടിക്കുന്നത്. സ്ട്രിങ് എഫിഷ്യൻസി ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ സ്ട്രിങ് എന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും നമ്മളൊരു ഇൻസുലേറ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ? സാധാരണ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ പ്ലേസ് ചെയ്യുന്നതിൽ ഇതിനകത്ത് വോൾട്ടേജ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ താഴെയുള്ള വോൾട്ടേജ് ഇപ്പോൾ 100 വോൾട്ട് ആണെങ്കിൽ മുകളിലുള്ളത് ഒരു 80 ആയിരിക്കും. അതുപോലെ അതിൻ്റെ മുകളിലാണെങ്കിൽ അതൊരു 40. ആ ഒരു റേഞ്ച് ആയിരിക്കും സാധാരണ നമ്മുടെ ഈ ഒരു ഡിസ്ക് ഇൻസുലേറ്ററിൽ വരുന്ന കേസിൽ വരുന്നത്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് എന്താണ്? ഈക്വൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? അത് ഈക്വൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈക്വൽ ആകുമ്പോൾ അതായത് ഇപ്പോൾ 100 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇവിടെയും 100 ആയിരിക്കും, ഇവിടെയും 100 ആയിരിക്കും. ആ ഒരു വോൾട്ടേജ് ലെവൽ വന്നിട്ട് എന്താണ്?
ഈക്വൽ വോൾട്ടേജ് ലെവൽ എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഈക്വൽ വോൾട്ടേജ് ലെവൽ ആവുമ്പോൾ അതിൻ്റെ സ്ട്രിങ് എഫിഷ്യൻസി വന്നിട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. 100% എഫിഷ്യൻസി തന്നെയാണെങ്കിൽ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. എത്രയാണ്? 1 ആണ്. ബാക്കി ഏതൊക്കെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്? 0.75 തന്നിട്ടുണ്ട്, 1 തന്നിട്ടുണ്ട്, അതുപോലെ 0.5 തന്നിട്ടുണ്ട്, 0.9 തന്നിട്ടുണ്ട്. പക്ഷേ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഈക്വലിന് തന്നിട്ടുള്ളത് കൊണ്ട് എന്താണ്? നമുക്ക് 1 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 8. വിച്ച് ഫോൾട്ട് ആർ വെരി സിവിയർ ഫോൾട്ട്? താഴെ തന്നിട്ടുള്ള ഫോൾട്ടുകളിൽ ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഫോൾട്ട് ഏതാണെന്നാണ്. ഓപ്ഷൻ എ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്, ഓപ്ഷൻ ബി 3 ഫേസ് ഫോൾട്ട്, ഓപ്ഷൻ സി ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്, ഓപ്ഷൻ ഡി അൺസിമെട്രിക്കൽ ഫോൾട്ട്. അപ്പം ഏറ്റവും സിവിയർ ആയിട്ട്, അതായത് നമ്മുടെ പവർ സിസ്റ്റത്തിൻ്റെ കേസിലെടുക്കുമ്പോൾ ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഫോൾട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നമ്മുടെ 3 ഫേസ് ഫോൾട്ടാണ്. ഏതാണ്? 3 ഫേസ് ഫോൾട്ടാണ്. എന്നാൽ ഏറ്റവും സുലഭമായി അപ്പോൾ എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഫോൾട്ട് ഏതാണെന്ന് ആ ഒരു രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ അത് ഏതായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആണ്. ഏതാണ്? ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 9. വാട്ട് ആർ ദ വേരിയസ് ടൈപ്പ് ഓഫ് ഷണ്ട് ഫോൾട്ട്? എന്താണ് ഷണ്ട് ഫോൾട്ടിൻ്റെ ടൈപ്സ് ഏതാണെന്നാണ് തന്നിട്ടുള്ളതിൽ ഏതാണ്? വാട്ട് ആർ ദ വേരിയസ് ടൈപ്പ് ഓഫ് ഷണ്ട് ഫോൾട്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്, ഓപ്ഷൻ ബി 1 ഓപ്പൺ കണ്ടക്ടർ ഫോൾട്ട്, ഓപ്ഷൻ സി 2 ഓപ്പൺ കണ്ടക്ടർ ഫോൾട്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അപ്പോൾ എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? വേരിയസ് ടൈപ്പ് ഓഫ് ഷണ്ട് ഫോൾട്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഷണ്ട് ഫോൾട്ട് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ട് എന്ന രീതിയിൽ നമുക്ക് നമുക്കത് പറയാം. അപ്പോൾ ഇതിൽ ഷണ്ട് ഫോൾട്ട് ഏതാണ് ഷണ്ട് ഫോൾട്ട്? ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടാണ് നമ്മൾ സാധാരണ എന്താണ് ഷണ്ട് ഫോൾട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബാക്കിയെല്ലാം അതായത് 1 ഓപ്പൺ കണ്ടക്ടർ ഫോൾട്ട്, അതുപോലെ 2 ഓപ്പൺ കണ്ടക്ടർ ഫോൾട്ട്, ഇതൊക്കെ എന്തായിട്ടാണ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടാണ് കേട്ടോ. ഏതാണ്? ലൈൻ ടു കറക്റ്റ് ആൻസർ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടാണ് ഷണ്ട് ഫോൾട്ട്. ബാക്കിയൊക്കെ സീരീസ് ഫോൾട്ടാണ്. എന്നാണ് 1 ഓപ്പൺ കണ്ടക്ടർ ഫോൾട്ടും 2 ഓപ്പൺ കണ്ടക്ടർ ഫോൾട്ടൊക്കെ എന്താണ്? നമ്മുടെ സീരീസ് ഫോൾട്ടാണെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, എന്താണ്? സീരീസ് ഫോൾട്ടാണെന്ന് അറിഞ്ഞിരിക്കാം. Question number 10. Simplifying x plus y into x plus y we will get. ഇതും എന്താണ്? നമ്മുടെ ഡിജിറ്റൽ റിലേറ്റഡ് ആണ് അല്ലേ. അതായത് ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഏതാ കറക്റ്റ്? എക്സ് ഇൻറ്റു 1 പ്ലസ് വൈ, ഓപ്ഷൻ ബി എക്സ് പ്ലസ് എക്സ് വൈ, ഓപ്ഷൻ സി വൈ, ഓപ്ഷൻ ഡി എക്സ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത്? അതായത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് അല്ലേ. ഏതാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വരുമ്പോൾ എങ്ങനെയാണ് ആൻസർ വരുന്നതെന്ന് നോക്കാം. അതായത് എങ്ങനെയാണ് വരിക? എക്സ് പ്ലസ് വൈ വൈ ബാർ, അതാണ് എന്ത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോനകത്ത് വരുന്നത്. സോ വൈ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 0 ആയി പോകും. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? വൈ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആയി പോകും. ബാക്കി എന്ത് മാത്രമേ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുള്ളൂ? എക്സ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എക്സ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആണല്ലേ. ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഈസിയായി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇപ്പോൾ കണ്ടിരുന്നത് അല്ലേ. ലാസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻസ് എന്നാണ് കുറച്ച് ഏകദേശം നമുക്ക് സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള കുറേ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം PSC ലെവലിൽ. അത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ, അതുപോലെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ്, അങ്ങനെ കുറേ ഫീൽഡുകളിൽ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാറുണ്ട്. ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ പാറ്റേൺ എങ്ങനെയാണ്, ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. Okay, thank you for watching the video.